കാനഡയിൽ നിന്നും ചില നല്ല വാർത്തകൾ. കാനഡ 2.4% ഇൻഫ്ലേഷനിൽ നിന്നും 2.3 എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാനഡ വിവിധ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് കരാറുകളിൽ ഏർപ്പെടുകയും ഈ പ്രതിസന്ധിയുടെ സമയത്ത്, അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം നിരവധി സാമ്പത്തിക പ്രതിസന്ധികൾ, താരിഫ് ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലും പല പല വഴികളിലൂടെ കാനഡ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഓട്ടോ മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചിപ്പുകളുടെയൊക്കെ അൺഅവൈലബിലിറ്റി കാരണം പ്രൊഡക്ഷൻ കുറവായിരുന്നു. അതിനെയൊക്കെ ഇപ്പോൾ കാനഡ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് പ്രത്യേക കരാർ ഉടമ്പടികളും, അതായത് യൂറോപ്യൻ സേഫ്റ്റി സംബന്ധിച്ച പല കാര്യങ്ങളും ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും മിഡിൽ പവേഴ്സ് ഒരുമിച്ച് ചേർന്ന് അവരുടെ ഒരു പ്രത്യേക സ്ട്രാറ്റജിക് ഫോർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിരിക്കുകയാണ് കാനഡ ഇപ്പോൾ. ഇന്ത്യയുമായിട്ടും മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാർക്ക് കാർണി ഇപ്പോൾ ഏഷ്യ സന്ദർശനത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പ്രത്യേകിച്ചും കാനഡയിൽ നിന്നുള്ള വിവിധ മിനറൽസ്, റെയർ എർത്ത് എലമെന്റ്സ് ഇവയൊക്കെ മറ്റ് രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യുന്നതിനും അങ്ങനെ സാമ്പത്തിക സുരക്ഷ കൈവരിക്കുന്നതിനുമായിട്ടാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും കാനഡയിലെ വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധികൾ നിരവധി ഉണ്ട് എങ്കിലും ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ്. പ്രത്യേകിച്ചും ഒരു ആർട്ടിക് യൂണിവേഴ്സിറ്റി തന്നെ ഉടനെ ഫോം ചെയ്യാൻ പോവുകയാണ്. നനവട്ടിലാണ് ഇത് ഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആർട്ടിക് മേഖലയിൽ നിന്നുള്ള കുട്ടികളൊക്കെ സദേൺ ഭാഗങ്ങളിലേക്കൊക്കെ വന്നാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ തന്നെയുള്ള സംസ്കാരത്തിൽ തന്നെ വളർന്നവർക്ക് അവിടെ തന്നെ പഠിക്കാനുള്ള ഒരു വേദിയാണ് ഇപ്പോൾ കാനഡ ഒരുക്കി വരുന്നത്. ആദ്യഘട്ടത്തിൽ 100 വിദ്യാർത്ഥികളെ ഉള്ളൂ പ്രവേശനത്തിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് 2030 ഇതിൻ്റെ നടപടികൾ പൂർത്തിയാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒണ്ടേരിയോയിലെ വിവിധ കോളേജുകൾ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഹംബർ കോളേജിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ടിൽ നിരവധി ജോലികൾ അവിടെ ആളുകൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള വാർത്തയുണ്ടായിരുന്നു. പ്രോഗ്രാംസ് കട്ടും അവിടെ ഉണ്ടാവും. ഇനി നമുക്ക് IRCCയുടെ കുറച്ച് അപ്ഡേറ്റിലേക്ക് പോകാം. പ്രധാനമായിട്ടും ഇപ്പോൾ ഉള്ള സമയപരിധികൾ, അതായത് ഓരോ ആപ്ലിക്കേഷൻ എത്ര സമയം വരെ എടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നല്ല സമയം എടുക്കുന്നുണ്ട്. ഏകദേശം 14 മാസം വരെയാണ് ആളുകൾ കാത്തിരിക്കുന്നതിന് വേണ്ടി. 3 ലക്ഷം പേരാണ് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വിസിറ്റർ വിസകൾ ഇപ്പോൾ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. 78 ദിവസങ്ങൾക്കുള്ളിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. എന്നാൽ സ്റ്റഡി പെർമിറ്റുകൾ ഇപ്പോൾ 4 ആഴ്ച കൊണ്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത്. വർക്ക് പെർമിറ്റുകൾ 8 വീക്സ് ഒക്കെയാണ് സമയമെടുക്കുന്നത്. എന്നാൽ പലരും പറയുന്നുണ്ടായിരുന്നു അവർക്ക് കാനഡയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ, പ്രത്യേകിച്ചും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിരവധി മാസങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് റിപ്ലൈ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ ലൈവ് സെഷനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടാൽ മതി, അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടും. RCIC JH ജേക്കബ് അതിൻ്റെ വിവരങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ആ ലൈവ് വീഡിയോയിൽ നിന്നും ദൂരീകരിക്കാവുന്നതാണ്. PR കാർഡിനുള്ള ആപ്ലിക്കേഷൻസ്, അതായത് ITA ഒക്കെ കിട്ടിയ ശേഷം PR ആപ്ലിക്കേഷനൊക്കെ അപ്രൂവ് ആയ ശേഷം ഉള്ള കാത്തിരിപ്പും ഏകദേശം 2 മാസമൊക്കെ വരെ വരുന്നുണ്ട് PR കാർഡ് കിട്ടാൻ വേണ്ടി. എന്നാൽ നിങ്ങൾക്കിപ്പോൾ PR സ്റ്റാറ്റസിലോട്ട് എത്തിച്ചേർന്നതിനുള്ള പ്രൂഫ് നിങ്ങൾക്ക് COPR ഉപയോഗിച്ച് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ടഡ് കോഴ്സസ് എടുക്കണമെങ്കിലോ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് നേടണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ രേഖ മതിയാവും. പിന്നെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ലാൻഡിംഗ് പേപ്പർ, ഒരു ലോങ് ഷീറ്റ് കിട്ടും. ആ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ PR സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ പ്രധാന ഒരു മേഖലയാണ് കൾണറി അല്ലെങ്കിൽ ഷെഫ്, കുക്ക്, ഇങ്ങനെയുള്ള മേഖലകൾ എന്ന് പറയുന്നത്. അവർക്കൊരു പ്രത്യേക കാറ്റഗറി ഡ്രോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു കുക്ക് എന്ന് പറയുന്ന കാറ്റഗറി. എന്നാൽ ഇപ്പോൾ അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇനിയിപ്പോൾ ആ പ്രത്യേക കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് IRCC വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ മറ്റ് മേഖലകളിൽ കൂടി നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്.
അതായത് ജനറൽ ഡ്രോ വഴി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ലൈവ് സെഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ പൂർണ്ണമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെതർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ടൊറന്റോയിലെ വെതർ നോക്കി കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചയിലും തണുപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോങ് ഫെബ്രുവരി തന്നെയായിട്ടാണ് തോന്നിയത്. കാരണം ഏറ്റവും ഷോർട്ടസ്റ്റ് മന്താണ് ഫെബ്രുവരി, പക്ഷെ അത് ലോങ് ആയിട്ടായിരുന്നു എല്ലാവർക്കും ഫീൽ ചെയ്തത്. വിന്റർ ബ്ലൂസ് ഫീലൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുറേ ക്ലൗഡി ആയിട്ടുള്ള ഡേയ്സും സൂര്യനെ കാണാത്ത ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ പലർക്കും പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല, കാരണം ഐസി കണ്ടീഷൻസ് ഒക്കെയാണ്. അപ്പോഴേക്കും അതും ഒരു സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ്. എങ്കിലും ഇൻഡോറൊക്കെ ആളുകൾ കൂടുതൽ സമയം ചെലവിടുന്നുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരു നോർമൽ പ്ലസ് ടെമ്പറേച്ചറിലോട്ട് വരുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പ്രിംഗ് സീസണൊക്കെ ആകുന്നു. സ്പ്രിംഗ് സീസണൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ സൈക്ലിംഗ് ടൂർസ് കാനഡയുടെ നമ്മുടെ പ്രത്യേക മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്, ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ സൈക്ലിംഗ് ഒക്കെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മാസം കഴിയുമ്പോഴത്തേനും പൊടിതട്ടിയൊക്കെ എടുത്ത് വെക്കുക. നമുക്ക് ഒരുമിച്ച് ചെറിയ ചെറിയ യാത്രകൾ, സൈക്ലിംഗ് ടൂറുകളൊക്കെ ടൊറന്റോയിലൊക്കെ പോകാവുന്നതാണ്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും bijo@canadianskills.ca ഒരു ഇമെയിൽ അയച്ചാൽ മതി. നിങ്ങൾക്ക് സൈക്ലിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ സൈക്കിൾ വേണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട് ഈ വർഷം. ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. കനേഡിയൻ പൗരന്മാർക്ക് ഇനി ചൈനയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇത് ഈ കഴിഞ്ഞ മാസമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതേപറ്റിയുള്ള വിവരങ്ങൾ വെബ്സൈറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 30 ദിവസം വരെയുള്ള യാത്രകൾക്കാണ് ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. 30 ദിവസത്തിൽ കൂടുതലുള്ള യാത്രകൾക്ക് വിസ വേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ചും ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വിസിറ്റ് കാര്യങ്ങൾക്കോ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നതിനൊക്കെയാണ് ഈ ഇളവ് വന്നിരിക്കുന്നത്. ഇതൊരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും കാൻറ്റൺ ഫയർ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും നിരവധി ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ചൈനയിൽ നിന്ന് ഉണ്ട്. നാട്ടിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഇപ്പോൾ ചൈനയിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ട് നാട്ടിൽ അവർ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാനഡയിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സുവർണ അവസരം തന്നെയാണ് ചൈനയിലേക്ക് വിസയില്ലാതെ പോകാനും അവിടെ നിന്ന് ഇവിടെയൊക്കെ വന്ന് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനും. നമ്മുടെ ഒരു പുതിയ ബുക്ക് ഇപ്പോൾ ഓൺ പ്രോസസ് പബ്ലിഷിങ്ങിലാണ്. 1 വീക്ക് MBA എന്ന ഒരു പുസ്തകമാണത്. അത് പ്രത്യേകിച്ചും ന്യൂ കമേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇമിഗ്രൻസ് ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്ക് പുതിയ ബിസിനസ്സുകൾ ആ രാജ്യങ്ങളിൽ തുടങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ് പ്രോഗ്രാമും നമുക്കുണ്ടാവും. കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാമും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഭാഗഭാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനെ പറ്റിയുള്ള വിവരങ്ങൾ മുന്നോട്ട് പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാനഡയുടെ അനന്ത സാധ്യതകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. പ്രത്യേകിച്ചും കരിയർ സ്വിച്ചിങ്, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈസൻസുകൾ ഇവയൊക്കെ നേടുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ സ്റ്റോറുണ്ട്, സ്റ്റോർ സന്ദർശിക്കുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് CPR ക്ലാസ്സുകളിലൂടെ നടക്കുന്നുണ്ട് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ. എല്ലാ മാസവും 4th ട്യൂസ്ഡേ ആണ് നടക്കുന്നത്. പിന്നെ ലണ്ടൻ ഒണ്ടേരിയോയിൽ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ പബ്ലിക് ലൈബ്രറിയിലാണ് ക്ലാസ് നടക്കുന്നത്. അത് എല്ലാ 4th വെനസ്ഡേയുമാണ് നടക്കുന്നത്. അതായത് മാസത്തിന്റെ അവസാനത്തെ ആഴ്ചകളിലാണ് നടക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ എത്തിയിരിക്കുന്ന ഇമിഗ്രൻസിന്റെ സ്കിൽ വികസനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അവരുടെ ജോലി ആവശ്യങ്ങൾക്കും ലൈസൻസിങ്ങിനും ഒക്കെ ഒരു നിശ്ചിത തുക ഫെഡറൽ ഗവൺമെന്റ് വിവിധ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അത് ഇമിഗ്രേഷനെ തന്നെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ ഇനിയും പല ഫണ്ടുകളും അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറി സർവീസുകളെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്കിൽ അപ്ഗ്രേഡ്സ് നടത്താവുന്നതാണ്. എന്നാൽ മുന്നോട്ട് പല റെസ്ട്രിക്ഷൻസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം ഒണ്ടാരിയോ സ്റ്റുഡന്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഇനി ഓഗസ്റ്റ് വരെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫെഡറൽ പാർട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫണ്ടുകളൊക്കെ ലഭിക്കും. അതിനുശേഷം കുറച്ച് പൈസയൊക്കെ കിട്ടുമെങ്കിലും കൂടുതലും ലോൺ ഇനത്തിലായിരിക്കും പോകുന്നത്, ഗ്രാൻഡ് ഇനത്തിലായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് PR ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് വരെ ഒണ്ടേരിയോ സ്റ്റുഡന്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി പഠിക്കാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. അത് ചെറിയ കോഴ്സുകളൊക്കെ
പ്രൈവറ്റ് കരിയർ കോളേജുകളിൽ പഠിക്കുന്നതിന്, ഉദാഹരണത്തിന് PSW, കമ്മ്യൂണിറ്റി സർവീസ് വർക്കർ, സൈബർ സെക്യൂരിറ്റി, AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഇവയൊക്കെ 8 മാസം മുതൽ 12 മാസം വരെയൊക്കെയുള്ള ദൈർഘ്യമുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഫണ്ടിങ്ങിൽ ഇപ്പോഴും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പലരും വിചാരിക്കുന്നുണ്ട് ഇത് നിന്നു പോയി എന്നുള്ളത്. പക്ഷേ ഓഗസ്റ്റ് വരെ നമുക്ക് സമയമുണ്ട്. ആരെങ്കിലുമൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യുക. കാനഡയിലെ ചൈൽഡ് ബെനഫിറ്റിൽ കുറേ റിവൈസൽസ് വരാൻ പോവുകയാണ്. ഈ ചൈൽഡ് ബെനഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പ്രതിമാസം കുട്ടികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണത്. അത് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ കഴിഞ്ഞ വർഷത്തെ ടാക്സിൻ്റെ ഫയലിങ്ങിനെ അനുസരിച്ചായിരിക്കും. പ്രത്യേകിച്ചും $37,487 താഴെയുള്ളവർക്ക്, അതായത് വാർഷിക വരുമാനം രണ്ടുപേരുടെയും കൂടി ഉള്ളത് 37,487 ആണെങ്കിൽ അതിന് താഴെയുള്ളവർക്ക് ഫുൾ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. അതിന് മുകളിലോട്ടുള്ളവർക്ക് അവരുടെ ടാക്സ് റേഞ്ച് അനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ സാലറി നന്നായിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഒരു തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കാനഡയിലുള്ളത്. ഇപ്പോൾ നിലവിലുള്ളത് പ്രതിവർഷം ലഭിക്കുന്നത് 6 വയസ്സിന് താഴെയുള്ളവർക്ക് $7,967 ഇനി അത് 8,157 ഉയരും. അതായത് ഓരോ വർഷം ഇങ്ങനെ അസസ്മെന്റ് നടത്തിയിട്ടാണത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. 17 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് $6,748 ഇപ്പോൾ ലഭിക്കുന്നത്. പ്രതിവർഷമാണ്, പ്രതിമാസമല്ല. ഇനി അത് 6,883 ഉയരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് കനേഡിയൻ റവന്യൂ ഏജൻസിയുടെ CRAയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെയുള്ള വിവരങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ cac.gc.ca നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപറ്റിയുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കാനഡയിലേക്ക് വർക്ക് പെർമിറ്റിനോ സ്റ്റുഡൻറ് വിസയ്ക്കോ അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം സ്റ്റഡിയൊക്കെ ചെയ്ത ശേഷം നിങ്ങൾക്ക് PR ആപ്ലിക്കേഷൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് PR ആപ്ലിക്കേഷൻ ഇടുമ്പോഴോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഫാമിലിയുടെ വിവരങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും കൊടുക്കുക എന്നുള്ളത്. ചിലരൊക്കെ പറയും നിങ്ങൾക്ക് പോയിന്റ് കൂട്ടി കിട്ടാൻ വേണ്ടി തന്നെ അപ്ലൈ ചെയ്താൽ മതി, ഇന്നത് ഷോ ചെയ്യേണ്ട എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മറ്റൊരാളാണ് ഫില്ല് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആണത് സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഏജൻസി വഴിയാണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങളായിരിക്കും ആ ആപ്ലിക്കേഷൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വാർത്തകളിലും കാണാൻ സാധിച്ചത് നിരവധി ആളുകൾ അവരുടെ ഫാമിലി സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, കുട്ടികളുടെ വിവരങ്ങളൊക്കെ കൊടുക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് അത് തിരുത്താൻ പറ്റാതെ വരും. അത് കാരണം ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഇതൊക്കെ ബാധകമാണ്. പല ആളുകളും നാട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെയുള്ള വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും രേഖപ്പെടുത്താതെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അതിനുശേഷം PR-നൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഇടുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, bijo@canadianskills.ca. നമ്മുടെ റെഗുലേറ്റഡ് കൺസൾട്ടന്റ് അവൈലബിൾ ആണ്. അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടാമത്തെ കോഴ്സ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ PR ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനോ നാട്ടിൽ നിന്ന് പുതിയ സ്റ്റഡി പെർമിറ്റിൽ കാനഡയിലേക്ക് വരുന്നതിനോ ഒക്കെ ഉള്ള സേവനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഈ ആഴ്ച നമുക്ക് കുറേ നല്ല നല്ല വാർത്തകളായിരുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം കാനഡയുടെ വികസനം, അതായത് ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിലും പല ട്രേഡ് ബന്ധങ്ങളും ഉറപ്പിച്ച് പ്രശ്നങ്ങളെയൊക്കെ ദൂരീകരിച്ച് കാനഡ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇനി സ്പ്രിംഗ് സീസൺ ആവുന്നു, സമ്മർ ആവുന്നു. അങ്ങനെ നല്ല വെതറിലോട്ടും കാനഡ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.